ജിബിൻ, കേരളത്തിൽ നിലനിൽക്കുന്നതും തമിഴ്നാട് പ്രവർത്തിപ്പിക്കുന്നതുമായ ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. ഈ ഡാമിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദങ്ങൾ ദീർഘകാലമായിട്ട് നിലനിൽക്കുന്നതാണ്. 2011 മുതൽ ഇത് വളരെ ഒരു സ്ഫോടനാത്മകമായിട്ട് അത് മാറുകയും ചെയ്തു. വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് രണ്ട് ഭാഗത്തും മാറി. പിന്നീട് പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കുറച്ച് കാലം ഇത് കാര്യങ്ങൾ ഒരു കാമായിട്ട് വന്നത്. ഒരു ഡിപ്ലോമസിയുടെയും ഒരു ബ്യൂറോക്രാറ്റിക് സമീപനങ്ങളുടെയൊക്കെ ഒരു തലത്തിലേക്ക് അത് കൊണ്ടുപോയി. രണ്ടുപേരും, സ്റ്റാലിൻ ആണെങ്കിലും പിണറായി ആണെങ്കിലും. അതുകൊണ്ട് തന്നെ സംഘർഷങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും സജീവമാകുകയാണ്. സജീവമാകുന്നതിൻ്റെ കാരണം പിന്നിൽ TVKയാണ് പ്രവർത്തിക്കുന്നത്. TVKയ്ക്ക് ചില അജണ്ടകളും പദ്ധതികളും ഇതിൻ്റെ പിന്നിലുണ്ട്. ഏത് തരത്തിലാണ് ഇപ്പോൾ ഇതിനെ കണ്ടത്? എങ്ങനെയാണിത്, എങ്ങോട്ടാണിത് പോകുന്നത്? ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ പഴക്കമാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇവിടുത്തെ വിഷയം. 1887 നിർമ്മാണം ആരംഭിക്കുകയും 1895 നിർമ്മാണം അവസാനിക്കുകയും ചെയ്തു. അത്രയും പഴക്കമുണ്ട്. ഏകദേശം ഒരു 132 വർഷത്തെ പഴക്കമുണ്ടാണ് ഈ അണക്കെട്ടിന്. അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണ രീതി ഇപ്പോഴത്തെ കോൺക്രീറ്റോ അങ്ങനെയുള്ള ഒരു സംവിധാനം ഉപയോഗിച്ചുള്ളതല്ല. അന്നത്തെ ഒരു ചുണ്ണാമ്പ് വെച്ച് ഒരു പ്രത്യേക മിശ്രിതമാക്കിയാണ് അണക്കെട്ട് പണിതിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കമ്പം MLA ആയിട്ടുള്ള ജഗന്നാഥ് മിശ്ര, അദ്ദേഹം TVKയുടെ MLA ആണ്. അദ്ദേഹമാണ് ഇപ്പം ഈ കുറച്ച് കാലമായിട്ട് മുല്ലപ്പെരിയാർ വിഷയം എടുത്ത് ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഏറ്റവും അവസാനമായിട്ട് പറയുന്നുണ്ട്, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം, അധിക ജലം ഞങ്ങൾക്ക് തമിഴ്നാട്ടിന് വേണം, ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കണം. ആ അധിക ജലം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്യാനും കുടിവെള്ളത്തിനുമായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഈ കേരളത്തിൽ വരുന്ന, അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിൽ അധികമായിട്ട് വരുന്ന വെള്ളം സ്വാഭാവികമായിട്ട് അത് ഇടുക്കി ഡാമിലേക്ക് പോവുകയും അവിടുന്ന് പിന്നെ അറബിക്കടലിലേക്ക് പോവുകയും ചെയ്യുന്നു. അതുവഴി ആ വെള്ളം വേസ്റ്റായി പോകുന്നു എന്നുള്ള പരാതിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അദ്ദേഹം പിന്നെ പറയുന്നതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വെള്ളം ഞങ്ങൾക്ക് തരുവാണെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കും, വൈഗ അണക്കെട്ടിൽ എത്തിക്കും. അതുപോലെ തന്നെ തേനി ജില്ലയിൽ 90-ലധികം തടാകങ്ങളോ കുളങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സംവിധാനങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് ഈ വെള്ളം എത്തിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇത് അതല്ല. TVKയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം ഈ മുൻ സർക്കാരുകൾ, തമിഴ്നാട് സർക്കാർ ഇതും ആയിക്കോട്ടെ, അവരെല്ലാവരും തന്നെ മുല്ലപ്പെരിയാറിനെ നന്നായിട്ട് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തേനിയിൽ ഏകദേശം ഒരു 5 നിയമസഭാ മണ്ഡലങ്ങളോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ 5-4 ഓക്കെ. അവരെല്ലാവരും കൂടുതലായിട്ടും അവിടെ ജനങ്ങളിൽ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ വിഷയം. അതുപോലെ ഈ കമ്പത്താണെങ്കിലും തേനിയിലാണെങ്കിലും ഡിണ്ടിഗലാണെങ്കിലും മധുര വരെയും ഈ മുല്ലപ്പെരിയാർ വിഷയം അവർക്ക് കത്തിക്കാൻ പറ്റും. അതുവഴി ഇവിടുന്ന് കിട്ടുന്ന വോട്ട്, ഈ ഒറ്റ വിഷയം കത്തിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു MLAക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു, മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഞാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് വാദിച്ചു കഴിഞ്ഞാൽ അവർക്കൊപ്പം ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു നല്ലൊരു പിന്തുണ കിട്ടും എന്നുള്ള ഒരു കാര്യമുണ്ട്. അതാണ് ഈ TVK MLA ആയിട്ടുള്ള ജഗന്നാഥ് മിശ്ര തുടക്കത്തിൽ തന്നെ എടുത്ത് ഉപയോഗിക്കുന്ന ആയുധം. അതുപോലെ ഇപ്പോൾ സന്ദീപ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ 2016 ശേഷം പിണറായി വിജയൻ സർക്കാർ വരികയും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇപ്പോൾ 2021 സ്റ്റാലിൻ വരികയും ചെയ്തു. ആ കാലഘട്ടത്തിലൊന്നും 2021 നമ്മൾ വീണ്ടും പിണറായി വിജയൻ സർക്കാർ വരുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് സ്റ്റാലിൻ വരുന്നത്. അപ്പോഴീ വിഷയത്തിൽ വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ DMKയും കേരളത്തിലെ CPM തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. അതുപോലെ തന്നെ പിണറായി വിജയനും സ്റ്റാലിനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഈ സമയത്ത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു സമവായത്തിൽ എത്താൻ പറ്റുമെന്നൊരു തോന്നൽ പൊതുവെ എല്ലാ മലയാളികൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ ഇവർ രണ്ടുപേരും, സ്റ്റാലിൻ ആയിക്കോട്ടെ പിണറായി വിജയൻ ആയിക്കോട്ടെ, വളരെ സമചിതയോടെയാണ് ഇടപെട്ടിട്ടുണ്ട്. അതായത് ഒരു ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന രീതിയിലൊന്നും ഇരുവരും ഒരു പ്രസ്താവന നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ വിഷയത്തിൽ അവർ സംസാരിച്ചിട്ടുണ്ട്. വിഷയത്തിൽ സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പുതിയ അണക്കെട്ട് എന്നുള്ളൊരു വാദമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലടക്കം സിനിമാ താരങ്ങളടക്കം പുതിയ അണക്കെട്ട് എന്നുള്ള പറഞ്ഞൊരു ക്യാമ്പയിനൊക്കെ നടത്തിയിരുന്നു. അതിനെതിരെ കേരളത്തിൽ ക്യാമ്പയിൻ നടന്നതെന്ന് വെച്ചാൽ 2012 പ്രളയത്തിന് ശേഷം തോന്നുന്നു കേരളത്തിൽ ക്യാമ്പയിൻ ശക്തമായത്. ആ സമയത്ത് ഈ സിനിമാ താരങ്ങൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം തമിഴ്നാട്ടിൽ നിന്ന് പോലും ഈ മലയാളത്തിലെ മുൻനിര നടന്മാർ നടത്തിയ പോസ്റ്റുകൾക്ക് വരെ ഇവർ വന്ന് കമൻറ്റൊക്കെ ഇട്ടിരുന്നു. അത്രയും ഒരു വൈകാരികമായ ഒരു അവസ്ഥയിലേക്ക് ആ വിഷയം എത്തിയിരുന്നു. പക്ഷേ 2021 സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ അത് ഒരു നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. പ്രശ്നം ഒരു പരിധി വരെ വലിയൊരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ 2026 എത്തുമ്പോൾ അത് TVK MLA ആയിട്ടുള്ള ജഗന്നാഥ് മിശ്ര അത് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, കത്തിക്കുകയാണ്.
അദ്ദേഹം പറയുന്നത് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വെള്ളം അധികമായി ജലം ഞങ്ങൾക്ക് വിട്ടു തരികയാണെങ്കിൽ ഞങ്ങൾക്ക് കുടിനീരാണ്, കുടിവെള്ളമാണ്, കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ. അദ്ദേഹം പറയുന്ന ഒരു പ്രധാന കാരണം പറയുന്നത് ചൂണ്ടിക്കാട്ടുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയൊരു അണക്കെട്ടിൻ്റെ ആവശ്യമേ ഇല്ല എന്നാണ്. നമ്മളിവിടെ ചൂണ്ടിക്കാട്ടുന്നത് സുരക്ഷയാണ് പറയുന്നത്. നമ്മളിപ്പം മുല്ലപ്പെരിയാർ ഡാമിൽ തകർന്നാൽ എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, ഇടുക്കി ജില്ലകളിലടക്കം വലിയ നാശനഷ്ടങ്ങളുണ്ടാവും. നിരവധി ആൾക്കാരുടെ ജീവൻ അപകടത്തിലാവും. ആ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നതെങ്കിൽ അവർ പറയുന്നത് അവിടുത്തെ അവർക്ക് ഉണ്ടാകുന്ന ഒരു ജലത്തിൻ്റെ ഒരു ജലപ്രതിസന്ധിയാണ് പറയുന്നത്. ഇതിൽ 2011 മുതൽ ഒരു 2011-12 ആ സമയത്ത് ഉണ്ടായ ചെറിയ ഭൂകമ്പങ്ങളാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ ഭൂകമ്പങ്ങളെ മുൻനിർത്തിയിട്ട് കേരളത്തിൽ കാര്യമായിട്ടുള്ള ചില പ്രചാരണങ്ങൾ നടന്നു. അത് തമിഴ്നാട്ടിലും അതിൻ്റെ എന്താ പറയുക പ്രതിഫലനങ്ങളുണ്ടായി. തമിഴ്നാട്ടിൽ എതിർ പ്രചാരണങ്ങൾ വന്നു. ഈ പ്രചാരണങ്ങൾ ശക്തിപ്പെട്ടതോടുകൂടിയിട്ട് ജയലളിത വലിയൊരു പത്രപരസ്യം കൊടുത്തു. പത്രപരസ്യത്തിൽ അവർ പറഞ്ഞത് കേരളത്തിൽ രാഷ്ട്രീയക്കാർ ഇതിനെ ദുരുപയോഗം ചെയ്യുകയാണ്, ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ട് ദുരുപയോഗം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പത്രപരസ്യങ്ങൾ വന്നു. ഇതൊരു വലിയ പ്രശ്നമായിട്ട് രണ്ട് ഭാഗത്തും വലിയ പ്രശ്നമായിട്ട് വന്നു. മലയാളികളുടെ കടകളടിച്ച് തകർക്കുന്ന തരത്തിൽ ഒരു കാലത്ത് നമ്മൾ ആ തരത്തിലുള്ള എന്താ പറയുക ബന്ധം വഷളാവുന്ന തരത്തിൽ ഇപ്പോൾ കർണാടകയും തമിഴ്നാടും തമ്മിൽ കാവേരി പ്രശ്നത്തിലുള്ളതുപോലെ നമ്മളൊരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോരുന്നില്ല. ഈ സമയത്ത് കേരള കോൺഗ്രസ് ഒക്കെ ഇത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. കെ മാണി ഒക്കെ ഓപ്പൺ, അതെ, പി ജെ ജോസഫ് ഒക്കെ നമുക്കറിയുന്നതാണ്, വളരെ ഓപ്പണായിട്ട് വന്നു. അപ്പോൾ ADMK ഈ വിഷയത്തിൽ ഉപയോഗിച്ച അതേ തന്ത്രമാണ് ഇപ്പോൾ TVK ഉപയോഗിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ കാലത്ത് ADMK ഈ വിഷയത്തെ നന്നായിട്ട് കത്തിച്ച് നിർത്തുകയും ഈ കമ്പം തേനി ഭാഗങ്ങളിലുള്ള മണ്ഡലങ്ങളിലൊക്കെ വലിയ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും TVK ഇവരുടെ കയ്യിൽ നിന്നാണ് ഇത് പിടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കമ്പത്താണെങ്കിലും തേനിയിലാണെങ്കിലും ബോഡിനായ്ക്കന്നൂരിലാണെങ്കിലും ആണ്ടിപ്പേട്ടാണെങ്കിലും എല്ലായിടത്തും ADMKയുടെ കയ്യിൽ നിന്നാണ് ഇവർ സീറ്റ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ 2 സീറ്റുകളാണ് അവിടെ TVK പിടിച്ചിട്ടുള്ളത്, പെരിയകുളം, കമ്പം. ഈ 2 സീറ്റിലും ഇവർ വിജയിച്ചു, TVK വിജയിച്ചു. ബാക്കി 2 സീറ്റിൽ ADMK വിജയിച്ചു. അതൊന്ന് പന്നീർ സെൽവമാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ADMKനായിട്ടുള്ള ഇവരുടെ അകലം വളരെ കുറവാണ് ഈ ബാക്കി 2 സീറ്റുകൾ. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ TVKക്ക് വേണമെങ്കിൽ ആ സീറ്റുകൾ പിടിച്ചെടുക്കാം എന്നൊരു തോന്നലുണ്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ മധുര ആ ഭാഗത്ത് മുഴുവൻ അവർക്ക് ഈ ഒരു വിഷയം കത്തിച്ച് നിർത്താൻ കഴിയും. അപ്പോൾ ഇതാണ് TVKയുടെ പ്രധാന ലക്ഷ്യം. ഈ മണ്ഡലങ്ങളിൽ വിഷയത്തെ പരമാവധി കത്തിച്ച് നിർത്തുക. 142 അടിയിൽ ADMK നിർത്തി, അതിലും താഴേക്ക് കൊണ്ടുപോയി DMK. ആരാണ് ഇനി 152 അടിയിലേക്ക് നിങ്ങളെത്തിക്കുക എന്നാണ് പുള്ളിയുടെ വിജയുടെ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ വിജയ് ഇതിനെ വളരെ ശക്തമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം വിജയുടെ ഇപ്പോഴത്തെ നിലനിൽപ്പ് തന്നെ നമുക്കറിയാം. ആ തരത്തിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ഒരു തരത്തിൽ നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിക്കില്ല. സീറ്റുകൾ കൂട്ടേണ്ടി വരും. ആ കൂട്ടാൻ ആവശ്യമായിട്ടുള്ള നല്ലൊരു ഉപാധിയായിട്ട് ആണ് ഇപ്പോൾ TVK അതിൽ കാണുന്നത്. ഈ ഭൂകമ്പ സാധ്യതയുള്ള സോൺ 3-യിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് സന്ദീപ് പറഞ്ഞിരുന്നു ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കടകളടിച്ച് തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശരിയാണ്. നമ്മൾ ഈ ഇടുക്കി ചപ്പാത്തിലേക്ക് ഈ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വളരെയധികം കൂട്ടമായിട്ട് എത്തിയിട്ടാണ് അന്ന് ഈ കേരള അതിർത്തിയിൽ വലിയൊരു വിഷയം, ഒരു ഭയങ്കര ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ച്. 2011 ശേഷം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മേൽനോട്ട സമിതിയുടെ കാഴ്ച പരിശോധന മാത്രമാണ് നടന്നിട്ടുള്ളത്. അല്ലാതെ മറ്റ് സാങ്കേതിക തരത്തിലുള്ള പരിശോധനകളൊന്നും നടന്നിട്ടില്ല. പക്ഷെ അതിന് വിപരീതമായിട്ട് ഈ കഴിഞ്ഞിടയ്ക്ക് വളരെ അനുകൂലമായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സമഗ്ര പരിശോധന നടത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിടുകയായിരുന്നു ചെയ്തത്. അത് 2021 ഡാം സുരക്ഷാ നിയമപ്രകാരമുള്ള പരിശോധനകൾക്കായി സ്വതന്ത്ര വിദഗ്ധ സമിതിയെ കേന്ദ്രം രൂപീകരിക്കുകയാണ് ചെയ്തത്. മുൻ ചീഫ് എഞ്ചിനീയറും കേന്ദ്ര ജല കമ്മീഷൻ അംഗവുമായ TK ശിവരാജനാണ് സമിതിയിലെ കേരളത്തിൻ്റെ പ്രതിനിധി. ഈ ഒരു ഇടപെടൽ കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മുൻകാലങ്ങളിലൊക്കെ ഈ ഡാമിൻ്റെ ഒരു പുറമെ നിന്നുള്ള
മൊത്തത്തിലുള്ള ഒരു പുറമെ ഡാം എങ്ങനെയാണോ ഇരിക്കുന്നത് എന്നുള്ളൊരു പരിശോധനയും നോട്ടവും മാത്രമേ നടത്തിയിട്ടുള്ളൂ. അല്ലാതെ ഈ ആഴത്തിലുള്ള പരിശോധനകളും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. കേരളം പല സമയത്തും പറഞ്ഞിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ആഴത്തിലൊരു പരിശോധന നടത്തണം, ഡാമിൻ്റെ അടിയിലേക്ക് ഇറങ്ങിച്ചെന്നൊരു പരിശോധന നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2011 മാർച്ചിൽ പരിശോധന നടത്താൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പരിശോധന നടത്താൻ പ്ലാൻ ഇട്ടിരുന്നു. പക്ഷെ അത് നടത്താൻ സാധിച്ചില്ല. അതാണ് ഇപ്പോൾ 2026 വരെ എത്തിയിരിക്കുന്നത്. ഈ ROV പരിശോധന നടത്താനുള്ള നീക്കമായിരുന്നു നടത്തിയിരുന്നത്. ROV പരിശോധന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1200 അടിയാണ് ഈ അണക്കെട്ടിൻ്റെ നീളം. അപ്പം 100 അടി വീതമുള്ള 12 ഭാഗങ്ങളായി തിരിച്ചാണ് ആദ്യഘട്ടം പരിശോധന നടത്തുന്നത്. അങ്ങനെയാണ് ഇത് പരിശോധന നടത്തുന്നത്. കേരളം മുൻപ് ഈ പരിശോധന നടത്തിയപ്പോൾ 110 അടിക്ക് താഴെ സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ഇളകിയിട്ടുള്ളതായും സുർക്കി മിശ്രിതം, കരിങ്കല്ലുകൾ എന്നിവ തെളിഞ്ഞ നിലയിലും കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ റിപ്പോർട്ടും കേരളത്തിൻ്റെ വാദവും തമിഴ്നാട് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. കാരണം ഈ തവണയെന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് പഠിക്കാനും അല്ലെങ്കിൽ ഈ വിദഗ്ധ സമിതിക്ക് ഈ വിഷയത്തെ കേന്ദ്രത്തിന് മുന്നിൽ എത്തിക്കാനുള്ളൊരു സമയമാണ് ലഭിച്ചിരിക്കുന്നത്. പല ഘട്ടത്തിലും തമിഴ്നാട് അവർ അവകാശം ഉന്നയിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇതിനെ ഈ ഡാമിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്തിരുന്നു എന്ന്. അത് ഒരു പക്ഷേ ശരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിലവിൽ 131 വർഷം പഴക്കമുണ്ട് ഈ ഡാമിന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല തരത്തിൽ പല ഘട്ടങ്ങളിലായി നവീകരണം നടത്തിയിട്ടുണ്ടെന്ന് തമിഴ്നാട് അവകാശപ്പെടുന്നുണ്ട്. അതിനകത്ത് അവർ കോൺക്രീറ്റ് ബാക്കിംഗ് പറയുന്നുണ്ട്, കോൺക്രീറ്റ് ആങ്കറിങ് പറയുന്നുണ്ട്. അതായത് കോൺക്രീറ്റ് ബാക്കിംഗ് എന്ന് പറയുമ്പോൾ അതായത് ഈ ഡാമിനോട് ചേർന്ന് അതിലും ശക്തമായ രീതിയിൽ കോൺക്രീറ്റ് കൊണ്ടൊരു ഭിത്തി തയ്യാറാക്കി ഡാമിനെ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനമാണത്. അതായത് ഡാമിനെ നമ്മൾ പുറത്ത് ഇവിടെ തള്ളി പിടിക്കുന്ന ഒരു ഫീല് കിട്ടുന്ന പോലെ എത്രത്തോളം പ്രഷർ വരുന്നു ആ പ്രഷറിനെ ഇവിടുന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ഒരു സംവിധാനം. അതുപോലെ തന്നെയാണ് കേബിൾ ആങ്കറിങ് എന്ന് പറയുന്നത്. അത് ഡാമിന് മുകളിലൂടെ പ്രത്യേക ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഉരുക്ക് കേബിള് താഴ്ത്തി ഭൂമിക്കടിയിലെ പാറയായിട്ട് ബന്ധിപ്പിച്ചിട്ട് ആ ഡാമിനെ ഒരു കേബിളിൽ ലോക്ക് ചെയ്ത് വെക്കുന്നൊരവസ്ഥയാണ്. ഇത് രണ്ടും തമിഴ്നാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡാമിൻ്റെ മുകളിൽ ടോപ്പിലായിട്ട് അവർ ഈ കോൺക്രീറ്റ് പാളികൾ ശക്തിയിൽ കനമുള്ള വലിയ ആഴത്തിലുള്ള കോൺക്രീറ്റ് പാളികൾ നിർമ്മിച്ച് ഡാമിന് ബലവും കൂട്ടിയിട്ടുണ്ട്. അപ്പം ഡാമിനെ ശക്തിപ്പെടുത്തുകയും അവർ ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കേന്ദ്രത്തിനും സുപ്രീം കോടതിയിലടക്കം തമിഴ്നാട് കൈമാറിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം തമിഴ്നാട് മുൻപും ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഡാം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു DMK സർക്കാരിൻ്റെ കാലത്ത് സ്റ്റാലിൻ ഈ കാര്യം ചിലപ്പം അന്നത്തെ സർക്കാരിനെ പോലും അറിയിച്ചിട്ടുണ്ടാകും. കാരണം വെച്ചാൽ കേരളം പിന്നെ ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല. ഈ മുല്ലപ്പെരിയാർ ഡാമിൽ 152 അടി ജലനിരപ്പാക്കണമെങ്കിൽ ഈ ബേബി ഡാം ശക്തിപ്പെടുത്തണം. ബേബി ഡാം ശക്തിപ്പെടുത്തണമെങ്കിൽ സമീപത്തെ ഈ വനപ്രദേശത്തെ മരങ്ങൾ മുറിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മുമ്പ് ഈ തമിഴ്നാട് ഈ ആവശ്യം ഉന്നയിച്ചപ്പം കേരള സമ്മതം അറിയിച്ചിരുന്നു. കേരളം സമ്മതം അറിയിച്ചതിന് പിന്നാലെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടായി. അതിന് പിന്നാലെ കേരളം ആ തീരുമാനം റദ്ദ് ചെയ്തു. അത് പിന്നെ സുപ്രീം കോടതി ചോദിക്കുകയോ അത് തമിഴ്നാട് ആ വിഷയത്തിൽ ഇടപെടുകയൊക്കെ ചെയ്തിരുന്നു. അത് കുറച്ച് നാളായിട്ടേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇതിനകത്ത് പല ഡാമിൻ്റെ ഒരു മേൽനോട്ടം എപ്പോഴും തമിഴ്നാട്ടിൻ്റെ കയ്യിലാണ്, പക്ഷെ ഡാം ഇരിക്കുന്ന കേരളത്തിലാണ്. അങ്ങനെ രണ്ടു പേർക്കും പല വിഷയങ്ങളിലും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ ഇവിടെ പറ്റുന്നുണ്ട്. അതാണ് ഇത് ഇത്രത്തോളം സങ്കീർണമാക്കുന്നത്. നമ്മളിപ്പോൾ TVKയുടെ കാര്യം പറയുമ്പോൾ പോലും TVK ഇവിടെ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയം തന്നെയാണ്. കാരണം സന്ദീപ് ആദ്യം പറഞ്ഞ പോലെ അവർക്ക് ഇനി നിലനിൽക്കണമെങ്കിൽ ഇനി വരും തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് ഇതുപോലെ മുന്നോട്ട് പോകണമെങ്കിൽ ശക്തമായിട്ട് അവിടെ ഈ മുല്ലപ്പെരിയാർ വിഷയം കത്തിക്കല്ലാതെ അവർക്ക് വേറൊരു പോകാൻ വഴിയില്ല. അപ്പം ജനങ്ങളിൽ ഇപ്പോഴേ ഒരു ചെറിയ ഡോസായിട്ട് ഇങ്ങനെ ആശങ്ക ഇങ്ങനെ കത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരിപ്പം ചെയ്യുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ VD സതീശൻ സർക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിജയിയെ പ്രത്യേകം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം സ്റ്റാലിനെ പോലൊന്നും ഉള്ള ഒരു ലീഡറേ അല്ല വിജയ്.